ഈശോയിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്താനന്തരം രണ്ടാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഈ ഞായറാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതുകൂടിയുമാണ്. എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ത്രിത്വത്തിന് പ്രതിഷ്ഠിതമാണ്. എങ്കിലും പെന്തക്കോസ്താനന്തരം രണ്ടാമത്തെ ഞായറാഴ്ച പ്രത്യേകതം ത്രിത്വത്തിന്റെ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ത്രിത്വത്തിലുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനായി തീരുന്നത് ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ സ്വീകരണത്തിലൂടെയാണ്. അവിടെ ത്രിത്വത്തിന്റെ നാമത്തിൽ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ത്രിത്വത്തെ നമ്മുടെ ഉള്ളിൽ സംവഹിക്കുന്നവരായി നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ത്രിത്വയ്ക്ക് ദൈവം നമ്മളെ തന്നിലേക്ക് ആവഹിക്കുകയും നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ദൈവത്തെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതം ത്രിത്വത്തിലുള്ള ജീവിതമായി മാറുന്നു. അത് ഈ ഭൂമിയിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കാലം മുഴുവനും ദൈവപിതാവിന്റെ ഹിതപ്രകാരം ഈശോ ജീവിച്ചതുപോലെ ഉള്ള ജീവിതം നയിച്ചുകൊണ്ട് ദൈവമഹത്വം സാധിച്ചുകൊണ്ട് ഉള്ള ജീവിതമായിരിക്കണം. എപ്പോഴും പിതാവിന് പ്രീതികരമായി ചെയ്തുകൊണ്ട് ഈശോ ജീവിച്ചു. അതുപോലെ ഓരോ ക്രൈസ്തവനും എപ്പോഴും ദൈവത്തിന് പ്രീതികരമായ കാര്യം ചെയ്തുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത്. ഇതിന് ഈശോ നൽകുന്ന പാപപ്രതി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവിടുന്ന് തന്റെ പീഡാനുഭവം മരണം വഴിയായിട്ട് പാപത്തിന്റെ മോചനം നമുക്ക് നൽകുവാൻ സന്നദ്ധനായി. പരിശുദ്ധാത്മാവിലൂടെ ഈ പാപത്തിന്റെ മോചനം നമുക്ക് തന്ന് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. മാമോദീസായിലും നമ്മുടെ ത്രിത്വത്തിന്റെ വസതികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രിത്വത്തോടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും തീരാത്തതാണ്. ഒരിക്കൽ അവിടത്തോട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അത് നിത്യകാലത്തിൽ തുടരുവാനുള്ളതാണ്. ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം കണ്ടെത്തുന്ന അനുഭവത്തോട് ഇപ്പോൾ ജീവിക്കാൻ പറ്റും. പരിശുദ്ധ ത്രിത്വത്തിന്റെ എലിസബത്ത് പറയുകയുണ്ടായി, എന്റെ സ്വർഗം ഞാൻ ഈ ഭൂമിയിൽ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ദൈവം എവിടെയാണോ അവിടെയാണ് സ്വർഗം. എന്റെ ദൈവത്തെ എന്റെ ഉള്ളിൽ ഞാൻ കണ്ടെത്തുന്നതുകൊണ്ട് എനിക്ക് സ്വർഗം ഇവിടെയാണ്. നമുക്ക് ഓരോരുത്തർക്കും എപ്രകാരമുള്ള ഒരു മനോഭാവത്തോടുകൂടി ത്രിത്വൈക ദൈവത്തോട് ഒപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ത്രിത്വത്തിന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രകാരമുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് കടന്നില്ല. ഒന്നാമത്തെ വായനയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായനയാണ്. അവിടെ ദൈവത്തിന്റെ അനന്തമായ കാര്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ദൈവത്തോട് വിധേയത്വം പുലർത്തുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്താൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും പരിപാലനയും അവന് ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പാടിപ്പോഴ്ത്തുക എന്നെല്ലാം പറയുന്ന വചനഭാഗമാണ് നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് ശ്രീഹന്മാരുടെ നടപടി പുസ്തകങ്ങളുടെ വായനയാണ്. അവിടെ മെശിഹ സ്ഥാപിച്ച സഭയിലെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാര് യോഹന്നാനും പത്രോസും അവർ ഇരട്ടകളെ പോലെ പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഈ രണ്ട് ശിഷ്യന്മാർ ഒത്തൊരുമിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനിടയാകുന്നു. അവരുടെ സാക്ഷ്യത്തിന്റെ ഫലമായി അനേകം ആളുകൾ ഈശോയിലേക്ക് കടന്നു വരുന്നതിനും വിശ്വാസം അർപ്പിക്കുന്നതിനും ഇടയായിത്തീരുന്നു. പക്ഷേ ഇത് കണ്ട് അസൂയ പൂണ്ട പരീശന്മാരും നിയമജ്ഞന്മാരുമെല്ലാം അവരെ വിലക്കാനിടയാകുന്നു. ഈശോയുടെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് അവരോട് പറയുന്നു. ധൈര്യവും ശക്തിയും പ്രാപിച്ച അപ്പോസ്തലന്മാർ പറയുന്നത്, നിങ്ങൾ പറയുന്നതാണോ ഞങ്ങൾ ശ്രമിക്കേണ്ടത്, അതോ ദൈവം പറയുന്നതാണോ? ഞങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ ഞങ്ങൾ കടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു. എങ്കിലും അവരെ താക്കീത് ചെയ്ത ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ വീണ്ടും കുറെ കൂടി ശക്തമായി ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നതും
ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധരാകുന്നതുമാണ് അപ്പോസ്തല നടപടികളിൽ നിന്നുള്ള വായനയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മൂന്നാമത്തെ വായന കൊരിന്ത്യ ലേഖനത്തിലുള്ളതാണ്. അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യം പ്രധാനമായിട്ട് കൊരിന്ത്യൻ സഭ വളരെ അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ള സഭയായിരുന്നു. അവിടെ അനുഗ്രഹങ്ങൾ വളരെയധികം ലഭിച്ചതുവരിലും പലപ്പോഴും ഭിന്നിപ്പുകളും ആ സഭയിൽ ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ അക്കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയും ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിന് പുറത്തുള്ള കോടതികളിൽ പോയി അത് തീർക്കാൻ ശ്രമിക്കാതെ അവരുടെ ഇടയിൽ തന്നെ പറഞ്ഞു തീർക്കുകയും അങ്ങനെ സമാധാനത്തിന്റെയും രമ്യതയുടെ ജീവിതം നയിക്കാൻ അവർ സന്നദ്ധരാകുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് ആ ലേഖന ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനിയും സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ പക്കൽ നിന്ന് സമാധാനവും രക്ഷയും പ്രാപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊരു സന്ദർഭമുണ്ടായി. സന്ദർഭം മറ്റൊന്നുമല്ല, ശിമിയോൻ എന്നൊരാൾ ഫരിസേയനായിരുന്നു. എന്നാൽ ഈശോയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയാൾ ക്ഷണിച്ചു. ഈ ക്ഷണം അയാൾ നടത്തിയത് എല്ലാവരുടെ മുമ്പാകെ തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ ബഹുമാനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. വളർന്നു വരുന്നവനും എല്ലാവരുടെ മുമ്പിൽ സ്വീകാര്യനുമായി കണക്കാക്കപ്പെടുന്നതുമായ ഈശോയെ വിരുന്നിന് ക്ഷണിച്ചാൽ അത് തനിക്കും ബഹുമാനത്തിന് ഒരു കാരണമായി തീരുമെന്ന് അയാൾ ചിന്തിച്ചു. അതല്ലാതെ അതിൽ കവിഞ്ഞ് അയാൾക്ക് ഈശോയെ കൊണ്ട് ആവശ്യം ഉള്ളതായിട്ട് തോന്നിയില്ല. അയാൾ ഈശോയെ ക്ഷണിച്ചിട്ട് ആദ്യത്തെ മര്യാദകളൊന്നും പാലിക്കാതെ തന്നെയാണ് അയാൾ ഈശോയെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. യഹൂദ ആചാരമനുസരിച്ച് പാദങ്ങൾ കഴുകി തൈലം പൂശി ചുംബനം നൽകി ഒക്കെയാണ് വ്യക്തിയെ ഭവനത്തിലേക്ക് സ്വീകരിക്കേണ്ടിയിരുന്നത്. ഈ മര്യാദകളെല്ലാം വിഗണിച്ചുകൊണ്ട് അയാൾ ഈശോയെ വീട്ടിൽ സ്വീകരിച്ചു. യഹൂദന്മാർ വലിയ സദ്യ നടത്തുമ്പോൾ വീടിന് ചുറ്റുമായി പാവപ്പെട്ടവരായ ആളുകൾ വന്നു കൂടുമായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന വസ്തുവകകൾ തിന്ന് തൃപ്തി അടയാനുള്ള ആഗ്രഹത്തോടുകൂടി. എന്നാൽ ശിമിയോൻ നടത്തിയ വിരുന്നിന്റെ അവസരത്തിൽ അയാൾക്ക് കൂടെ ഈർഷ്യ ഉളവാകത്തക്ക വിധത്തിൽ ഒരു സ്ത്രീ അവിടേക്ക് കയറി വരികയും നേരെ കർത്താവിന്റെ പാദത്തിങ്കൽ വന്ന് അവിടെ കർത്താവിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരയുകയും കണ്ണീർ കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ തുടയ്ക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും ചുംബനം അർപ്പിക്കുകയും എല്ലാം ചെയ്തു. ഇത് കണ്ട ശിമിയോന് അത് സഹിക്കുകയായിരുന്നു. അയാൾ ചിന്തിച്ചു, ഇയാളൊരു പ്രവാചകരായിരുന്നെങ്കിൽ ഈ സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും ഒക്കെ തിരിച്ചറിയുമായിരുന്നു. അപ്പോൾ ഈശോയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് തെറ്റായ രീതിയിലാണ്. ഇയാൾ പ്രവാചകനായിരുന്നെങ്കിൽ എന്ന് ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഈശോയുടെ പ്രവാചകത്വം അയാൾ അംഗീകരിക്കാതിരിക്കുന്നു. മാത്രമല്ല, ആ സ്ത്രീ ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ചും അയാൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം നടത്തുകയാണ്. കർത്താവ് അതുകൊണ്ട് ശിമിയോനോട് പറയേണ്ടി വന്നു, ശിമിയോനെ, നീ എന്നെ സ്വീകരിച്ചപ്പോൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തില്ല. നീ പാദം കഴുകേണ്ടിയിരുന്നു, പക്ഷേ നീ പാദം കഴുകിയില്ല. പക്ഷേ ഇവൾ ഇവിടെ പ്രവേശിച്ചപ്പോൾ മുതൽ എന്റെ പാദങ്ങൾ കഴുകുന്നതിൽ നിന്ന് അവൾ വിരമിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവൾ തലമുടി കൊണ്ട് എന്റെ പാദങ്ങൾ തുടച്ചു. നീ എനിക്ക് തൈലം പൂശിയില്ല, അവൾ തൈലം പൂശി. നീ എനിക്ക് ചുംബനം തന്നില്ല, അവൾ എനിക്ക് ചുംബനം തന്നു. ഇതെല്ലാം ചെയ്തപ്പോൾ അവൾ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്തത്. സ്നേഹം ഒരിക്കലും പ്രതിബന്ധങ്ങൾ കണക്കിലെടുക്കുന്നില്ല. അവൾക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. തന്റെ ഭൗമിക ജീവിതം പലതരത്തിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ഇടയായെങ്കിൽ മറ്റു പലർക്ക് വേണ്ടി തന്റെ സ്നേഹം പങ്കുവെച്ചതിൽ അതിന്റെ ഫലമായിട്ട് കിട്ടിയത് മനഃശാന്തി ഇല്ലായ്മ ഉള്ള അവസ്ഥയും ദുർഭഗമായ മനസ്സിന്റെ അവസ്ഥയും ഒക്കെയാണ് മനസ്സിലാക്കിയ അവൾ കർത്താവിന്റെ പക്കലേക്ക് തിരിയുവാനും
കർത്താവ് നൽകുന്ന ശാന്തി സമാധാനം ഏറ്റുവാങ്ങുവാൻ തയ്യാറായിക്കൊണ്ടാണ് തന്റെ ജീവിതം മുഴുവനും തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് കരുതിയതും മറ്റുള്ളവർക്ക് അതുവരെ പങ്കുവെച്ചു കൊടുത്തതും എല്ലാം ഇപ്പോൾ കർത്താവിന് കൊടുക്കുന്നത്. അവളുടെ കണ്ണുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ ആ കണ്ണുകൾ ഈശോയെ മാത്രം നോക്കുന്നതിന്, കണ്ണുകളിലൂടെ തെറ്റുകൾ വന്നു പോയെങ്കിൽ അത് കണ്ണിലൂടെ കഴുകിക്കളയുന്നതിന്, തന്റെ തലമുടി മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയെങ്കിൽ അത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ സുഗന്ധ തൈലം കൊണ്ട് മറ്റുള്ളവർക്ക് അവർ ദുർമാതൃകയ്ക്കോ കാരണമായി തീർന്നെങ്കിൽ അത് മുഴുവനും കർത്താവിന് കൊടുക്കുകയാണ്. തന്റെ ചുമനം കൊണ്ട് അനേകർക്ക് അവൾ പാപം കാരണമായി തീർന്നെങ്കിൽ ഇപ്പോൾ അതുമെല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് തന്റെ വ്യക്തിത്വം മുഴുവനും കർത്താവിന്റെ പക്കൽ അടിയുറവയ്ക്ക് ആയിരുന്നു അവൾ ചെയ്തത്. കർത്താവ് അവളുടെ ഈ സ്നേഹപ്രവൃത്തി കണ്ടുകൊണ്ട് പറഞ്ഞു, നിരവധിയായ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശിമിയോനോടും കർത്താവിന് പറയാനുണ്ടായിരുന്നത്, ആരോട് കൂടുതൽ ക്ഷമിക്കപ്പെടുന്നുവോ അവർ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്നാണ്. കൂടുതൽ ക്ഷമിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യം തനിക്കൊണ്ടെന്ന് അറിയാമായിരുന്ന സ്ത്രീ അവിടെ കർത്താവിന്റെ വാദത്തിങ്കൽ വന്ന് കർത്താവിനോട് മാപ്പ് അപേക്ഷിച്ചു. കർത്താവ് അത് മുഴുവനും പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയും ചെയ്തു. കർത്താവ് ക്ഷമിച്ച ആ ക്ഷമ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ കർത്താവിന്റെ പക്കൽ നിന്ന് പോകാൻ ഇടയാവുകയാണ് ചെയ്യുന്നത്. ക്ഷമിക്കുക എന്നുള്ളത് മാനുഷികമല്ല, അതിസ്വാഭാവികവും ദൈവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുവഴിയായിട്ട് മറ്റു പലർക്കും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉളവാകുന്നതിന് കാരണമായി തീരുന്നു. കർത്താവിന്റെ ക്ഷമ സ്വീകരിച്ച ആ സ്ത്രീ സന്തോഷമുള്ളവളായി, സമാധാനമുള്ളവളായി തന്റെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് പിന്നീട് ജീവിക്കുവാൻ തയ്യാറാവുകയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തില് നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷം കൊടുക്കുവാൻ സാധിക്കണം. നമ്മൾ തന്നെ തെറ്റുകാരും കുറ്റക്കാരും കർത്താവിന്റെ പക്കൽ നിന്ന് ക്ഷമ നേടിയെടുക്കേണ്ടവരുമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. കർത്താവ് നമുക്ക് ക്ഷമ നൽകുന്നു. കർത്താവിൽ ക്ഷമ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുന്നവരും, അങ്ങനെ ദൈവികത ഏറ്റുവാങ്ങുന്നവരും ദൈവികത മറ്റുള്ളവർക്ക് നമ്മളിലൂടെ അനുഭവപ്പെടുവാൻ ഇടയാക്കി തീർക്കേണ്ടവരുമാണ് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കേണ്ടത്. ഈ പ്രകാരമുള്ള ആ കൃപ ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം നയിക്കുവാനും കർത്താവ് നൽകുന്ന പാപമോചനം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പാപത്തിൽ വിമുക്തി ഉള്ളവരാക്കി തീർക്കാൻ വേണ്ടി കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമർത്ഥം അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.